ഈ വർഷത്തെ മസ്കത്ത് യൂത്ത് സമ്മിറ്റ് സലാലയിൽ നടക്കും. വിനോദസഞ്ചാര കേന്ദ്രമായ സലാലയെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള പദ്ധതികൾക്ക് ഉച്ചകോടി രൂപം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാനിലെ നിക്ഷേപ കയറ്റുമതി വികസന പൊതു അതോറിറ്റി സംഘടിപ്പിക്കുന്ന യുവജന ഉച്ചകോടിയാണ് മസ്കത്ത് യൂത്ത് സമ്മിറ്റ്. തുറന്ന മനസ്സും അതിർത്തികളും എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിക്കുന്ന 6ാമത് ഉച്ചകോടിക്ക് ഇക്കുറി സലാല വേദിയാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് ഫൈസൽ ബിൻ തുറക്കി അൽ സയ്യിദ് പറഞ്ഞു. ഡിസംബർ 13 മുതൽ 18 വരെ നടക്കുന്ന ഉച്ചകോടിയിൽ 100 യുവതി യുവാക്കൾ പങ്കെടുക്കും. ഇക്കുറി വിദേശത്ത് നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ ഉണ്ടാവില്ല. എങ്കിലും ഒമാനിലെ പ്രവാസി പ്രതിനിധികൾക്ക് പങ്കെടുക്കാം. This year, before the end of 2014, we will be approaching any event management company, primarily and priority given to owned by Omanis, to consider coming, and we will be briefing them on what happens during Muscat Youth Summit, and hoping that we can actually start outsourcing everything. ഉച്ചകോടിയിലേക്കുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. അന്താരാഷ്ട്ര തലത്തിൽ സലാലയുടെ വികസനം, ഫാസ്റ്റ് ഫുഡിന് ബദലായി പരമ്പരാഗത സ്ലോ ഫുഡ് സാധ്യതകൾ എന്നിങ്ങനെ 8 പദ്ധതികളിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവർ അവതരിപ്പിക്കും. അഡ്വഞ്ചർ ടൂറിസം ആഗ്രഹിക്കുന്നവർക്ക് ഒമാനെ പരിചയപ്പെടുത്തുക എന്നതും സലാല ഉച്ചകോടിയിലെ പ്രധാന അജണ്ടയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അടച്ചിട്ട ഖത്തറിലെ അൽഖോർ കോസ്റ്റൽ പെട്രോൾ സ്റ്റേഷൻ താൽക്കാലികമായി തുറന്നു. ടാങ്കിൽ അവശേഷിക്കുന്ന ഇന്ധനം തീരുന്നതുവരെയാണ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കുക. അൽഖോർ, ദഖീല എന്നിവിടങ്ങളിലുള്ളവർ ആശ്രയിച്ചിരുന്ന 3 പെട്രോൾ പമ്പുകളാണുള്ളത്. അറ്റകുറ്റപ്പണിക്കും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയും ഇവ 3 അടച്ചിട്ടതോടെ അൽഖോർ, ദഖീറ മേഖലയിലുള്ളവർ 20 കിലോമീറ്റർ സഞ്ചരിച്ചായിരുന്നു പെട്രോൾ നിറച്ചിരുന്നത്. ദുബൈയിലെ വാഹനയാത്രക്കാർ ഉപയോഗിക്കുന്ന സാലിക് അക്കൗണ്ടുകളിലെ ക്രെഡിറ്റ് 5 വർഷം കഴിഞ്ഞാൽ നഷ്ടപ്പെടും. സാലിക് നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംഘടിപ്പിച്ച പൊതുഗതാഗത ദിനം ഏറെ ശ്രദ്ധേയമായി. പൊതുഗതാഗത സംവിധാനങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ദുബൈ നിവാസികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് RTA ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗതം പ്രയോജനപ്പെടുത്താൻ നഗരവാസികളോട് RTA നേതൃത്വം നിർദ്ദേശിച്ചു. ഒരു വാരം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പൊതുഗതാഗത ദിനത്തിന്റെ ഭാഗമായി ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. സൗജന്യ വൈദ്യപരിശോധന, രക്തദാന ക്യാമ്പ് എന്നിവയ്ക്കൊപ്പം വിവിധ മത്സരങ്ങളും വിനോദങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. അൽ ഗുബൈബ മെട്രോ സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് കൂടാതെ സൈക്കിൾ ചലഞ്ച്, ഫേസ് പെയിന്റിംഗ് എന്നിവയിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു പ്രകടമായത്. ദുബൈയിൽ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സ്വീകാര്യത ദിനംപ്രതി വർദ്ധിച്ചുവരികയാണെന്ന് RTA പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി CEO ഡോക്ടർ യൂസുഫ് അൽ അലി പറഞ്ഞു. നവംബർ 11-ന് ട്രാം സർവീസ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വലിയ മാറ്റമാണ് വരാനിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ആഘോഷ പരിപാടികളും പ്രത്യേക സേവനങ്ങളും പ്രഖ്യാപിച്ചതിനാൽ നിരവധി കുടുംബങ്ങളാണ് പൊതുഗതാഗത ദിനത്തിൽ ദുബൈയിലെ യാത്രാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് നല്ല വാക്കുകൾ മാത്രം. RTAയുടെ സ്ഥാപന ദിനത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ദുബൈയിൽ പൊതുഗതാഗത ദിനം ആചരിക്കുന്നത്. മീഡിയ 1, ദുബൈ. UAEയിലെ ഫോക്കസ് ഫൗണ്ടേഷൻ ദുബൈ അക്കാദമിക് സിറ്റിയിൽ ഫോക്കസ് ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചു. കേരള സാങ്കേതിക സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ ഡോക്ടർ ഡിജു മുഖ്യപ്രഭാഷണം നടത്തി. ഫോക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഈ അധ്യയന വർഷം തൃശൂർ പൂമലയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. KMCC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുബൈയിൽ കേരളോത്സവം നടന്നു. അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു. പാചക മത്സരം, മൈലാഞ്ച് മത്സരം, സാംസ്കാരിക സമ്മേളനം എന്നിവ അരങ്ങേറി. UAEയിലെ വിവിധ മാധ്യമ സാമൂഹിക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. S നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം മലേറ്റിൽ, ഇബ്രാഹിം മുർച്ചാണ്ടി, സിറാജുദ്ദീൻ, NM പണിക്കർ എന്നിവർ ആശംസകൾ നേർന്നു. ഖത്തർ ജനസംഖ്യയിൽ റെക്കോർഡ് വർധന. ആദ്യമായി ഖത്തറിലെ ജനസംഖ്യ 22 ലക്ഷം കടന്നു. ഈ വർഷം ഒക്ടോബർ 31 വരെ 1,70,000-ലധികം തൊഴിലാളികൾ രാജ്യത്ത് പുതുതായി എത്തിത്തീർന്നതായാണ് കണക്ക്. ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ ഖത്തറിലെ മൊത്തം ജനങ്ങളുടെ എണ്ണം 22,16,500 ഉയർന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രാജ്യത്തെ ജനസംഖ്യ 20,25,000 ആയിരുന്നു. ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് വർദ്ധിച്ചത്. ഇതിലധികവും വിദേശ തൊഴിലാളികളാണ്. ഒക്ടോബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 1,70,000-ലധികം തൊഴിലാളികളാണ് രാജ്യത്ത് പുതുതായി എത്തിച്ചേർന്നത്.
രാജ്യത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന വിഷൻ 2030 ഭാഗമായും 2022 ഖത്തർ ലോകകപ്പിന്റെ മുന്നോടിയായും രാജ്യത്ത് നടന്നുവരുന്ന വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ വിദേശ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. അതേസമയം ജനസംഖ്യയിലുണ്ടാവുന്ന വർധന പാർപ്പിട രംഗത്തും ആരോഗ്യ മേഖല ഉൾപ്പെടെ പൊതുജന സേവന രംഗത്തും ഏറെ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അങ്കമാലി NRA അസോസിയേഷൻ ഒത്തുചേരൽ ദുബൈയിൽ നടന്നു. UAE ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മധു വാര്യർ, ചെമ്പൻ വിനോദ് ജോസ്, അഡ്വക്കേറ്റ് A നജീദ്, ജിമ്മി വർഗീസ്, അജി പത്മനാഭൻ എന്നിവർ ആശംസകൾ നേർന്നു. ഖത്തർ കേരളീയം 2014 ഭാഗമായി FCC വനിതാവേദി വനിതകൾക്കായി മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. ഖത്തറിലെ വിവിധ കൂട്ടായ്മകൾക്കും സ്ഥാപനങ്ങൾക്കും ടീമുകളായി മത്സരത്തിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 55536801 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗുണ്ടനാമോയിലെ അമേരിക്കൻ തടവറയിൽ കഴിയുന്ന 2 കുവൈത്ത് പൗരന്മാരിൽ ഒരാൾ ഉടൻ മോചിതനായേക്കുമെന്ന് സൂചന. ഗുണ്ടനാമോ ജയിലിൽ നിന്ന് ഫൗസ് അൽ ഔദ ഉടൻ നാട്ടിലെത്തുമെന്ന് കുവൈത്തിൽ രാഷ്ട്രീയ ചിന്തകനായ ഡോക്ടർ ഗാനം അൽ നജാർ ട്വിറ്ററിലൂടെ അറിയിച്ചു. തടവുകാരുടെ മോചനം ഉടൻ ഉണ്ടായേക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അസ്വബാഹും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഫായിസ് അൽ കന്തരിയും ഫൗസി അൽ ഔദയുമാണ് 12 വർഷത്തോളമായി ഗോണ്ടനാമോ തടവറയിൽ കഴിയുന്നത്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഉസാമ ബിൻ ലാദനെയും കൂട്ടരെയും പിടിക്കാൻ അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്ന കാലത്താണ് അവിടെ നിന്ന് ഇരുവരെയും പിടികൂടിയത്. ഇരുവരുടെയും മോചനത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക സമിതി മേധാവി ഖാലിദ് അൽ ഔദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആഭ്യന്തരമന്ത്രി തടവുകാരുടെ മോചനം ഉടനുണ്ടാകുമെന്ന് സൂചിപ്പിച്ചത്. അടുത്തിടെ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രസിഡന്റ് ബറാക് ഒബാമയുമായി അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് നടത്തിയ കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം കുവൈത്തി തടവുകാരുടെ മോചനമായിരുന്നു. അതിനിടെ ഫൗസി അൽ ഔദക്ക് അടുത്ത ബുധനാഴ്ച മോചനം കിട്ടിയേക്കുമെന്നും അന്നുതന്നെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമെന്നും കുവൈത്തിലെ രാഷ്ട്രീയ ചിന്തകനായ ഡോക്ടർ ഗാനം അൽ നജാർ ട്വിറ്ററിൽ രേഖപ്പെടുത്തി. മറ്റൊരു കുവൈത്തി തടവുകാരനായ ഫായിസ് അൽ കന്തരിയുടെ മോചനം ഇപ്പോൾ ഉണ്ടാകില്ലെങ്കിലും അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിനായുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഡോക്ടർ നജാർ പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാട്ടിറച്ചി ഇറക്കുമതിക്ക് കുവൈത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. ഇറ്റലി, മാസിഡോണിയ, ഗ്രീസ്, തുർക്കി, റൊമാനിയ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കന്നുകാലികളിൽ പ്രത്യേക രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇറക്കുമതിക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുക കർശന നിരീക്ഷണത്തിന് ശേഷമായിരിക്കും രാജ്യത്തേക്ക് കടത്തുകയെന്നും അധികൃതർ അറിയിച്ചു. മാധ്യമരംഗം ഏറെ വികസിച്ചെങ്കിലും വർത്തമാനകാലത്ത് മാധ്യമപ്രവർത്തകർക്കിടയിൽ വ്യക്തിബന്ധങ്ങൾ കുറഞ്ഞു വരുന്നതായി മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു. കുവൈത്തിൽ മലയാളി മാധ്യമപ്രവർത്തകരുടെ കുടുംബസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അബ്ബാസിയ ഹൈഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന MMF കുടുംബസംഗമം MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങൾ ഇപ്പോഴില്ലെന്നും പരസ്പരം അറിയുന്നതിനും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനും മാധ്യമപ്രവർത്തകർ സമയം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി മീഡിയ ഫോറം ജനറൽ കൺവീനർ സത്താർ കുന്നിൽ അധ്യക്ഷനായിരുന്നു. മീഡിയ 1 പ്രവാസി പുരസ്കാരം നേടിയ തോമസ് മാത്യു കടവിൽ, ഗൾഫ് എക്സലൻസി അവാർഡ് ജേതാവ് ഹംസ പയ്യന്നൂർ, ഷിഫ അൽ ജസീറ പുരസ്കാരം നേടിയ PP ജുനൂബ് എന്നിവരെ വീരേന്ദ്രകുമാർ പൊന്നാട അണിയിച്ചു. കൺവീനർ ജലീൻ തൃപ്പയാർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ മാനേജർ അയ്യൂബ് കച്ചേരി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സോണൽ ഹെഡ് അഫ്സൽ ഖാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നിക്സൺ ജോർജിന്റെ നേതൃത്വത്തിൽ ഗസൽ വിരുന്ന് അരങ്ങേറി. ഗഫൂർ മൂടാടി, മുനീർ അഹമ്മദ്, രശ്മി കൃഷ്ണകുമാർ, സദഫ് കുന്നിൽ തുടങ്ങിയവർ വിവിധ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ ഹംസ പയ്യന്നൂർ സ്വാഗതവും അനിൽ കേളോത്ത് നന്ദിയും പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. 2 മാസത്തെ ഫെസ്റ്റിവൽ കാലയളവിനുള്ളിൽ 101 സ്വർണ്ണ നാണയങ്ങളും $1,00,000 ഗിഫ്റ്റ് വൗച്ചറുകളും വിതരണം ചെയ്യും. പ്രവാസികൾക്ക് വമ്പൻ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സിറ്റി ഫ്ലവർ 5ാമത് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ പ്രഖ്യാപിച്ചത്. ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡനിൽ ഒരുക്കിയ ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം, ഗുറൈമാല ഏണസ്റ്റ്, യങ് ഡയറക്ടർ എബ്രഹാം തോമസ് എന്നിവർ ചേർന്ന് ഫെസ്റ്റിവലിന്റെ പ്രഖ്യാപനം നടത്തി. സാൻഫോർഡ് ഇലക്ട്രോണിക് ഫെസ്റ്റ്, ഇമാമി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഫെസ്റ്റ്, ലിബറോ വിന്റർ ഫെസ്റ്റ്, സ്പൈസ് കിച്ചൺ ഫെസ്റ്റ് തുടങ്ങി 4 മേഖലകളിലായാണ് ഇത്തവണ മേള ക്രമീകരിച്ചിരിക്കുന്നത്. മേളയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് 101 സ്വർണ്ണ നാണയങ്ങളും $1,00,000 ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി വിതരണം ചെയ്യും. റിയാദ്, ദമാം, ജുബൈൽ, ഹായിൽ, ബുറൈദ, ഹഫറുൽ ബാത്തിൻ തുടങ്ങിയ ശാഖകളിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സിറ്റി ഫ്ലവർ സിനർജിയും റിയാദ് മീഡിയ ഫോറവുമായി സഹകരിച്ച് കുട്ടികൾക്ക് മാധ്യമ പഠന പരിശീലന പരിപാടികളും നടത്തും. യൂത്ത് ഇന്ത്യയുമായി സഹകരിച്ച് വിവിധ ലേബർ ക്യാമ്പുകളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും 4Kയുമായി സഹകരിച്ച് പാചക മത്സരവും ഒരുക്കുന്നുണ്ട്. ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം, സിറ്റി ഫ്ലവർ സാരഥികളായ TM മുഹമ്മദ് കോയ, റഹീം വടകര, ഫസൽ റഹ്മാൻ, മുഹ്സിൻ അഹമ്മദ്, റാഷിദ് അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.
സ്വകാര്യ വിദേശ സ്കൂളുകൾക്ക് ആശ്രിത വിസയിലുള്ളവരെ ഈ പോർട്ടൽ മുഖേന റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്ന പുതിയ നിയമം സൗദി തൊഴിൽ മന്ത്രാലയം ആസൂത്രണം ചെയ്യുന്നു. തൊഴിൽ മന്ത്രാലയത്തിലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തൊഴിൽദാതാവിന് www.ajir.com.sa എന്ന വെബ് പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചാണ് ആശ്രിത വിസയിലുള്ളവരുടെ ഈ പോർട്ടൽ മുഖേനയുള്ള റിക്രൂട്ട്മെന്റ് സാധ്യമാക്കുന്നത്. ഇതുപ്രകാരം ഓരോ ആശ്രിത വിസയിലുള്ളവരെ റിക്രൂട്ട് ചെയ്യുമ്പോഴും സ്ഥാപനങ്ങൾ 1500 റിയാൽ വീതം ഫീസ് നൽകണം. തൊഴിൽദാതാവ് വെബ്സൈറ്റിൽ ആശ്രിത വിസയിലുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിക്കണം. വെബ്സൈറ്റ് അപേക്ഷ അംഗീകരിച്ചുകൊണ്ടുള്ള സന്ദേശം തിരിച്ചയക്കുന്നതോടെ ആശ്രിത വിസയിലുള്ളവരെ തൊഴിലുകളിൽ നിയമിക്കാം. പുതിയ സേവനത്തിലൂടെ തൊഴിൽ ചെയ്യാൻ സ്പോൺസർഷിപ്പ് മാറ്റേണ്ടതില്ലെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ഡോക്ടർ സാമി അൽ ഹമൂദ് പറഞ്ഞു. വെബ്സൈറ്റ് നൽകുന്ന സന്ദേശം നിയമപരമായ രേഖയായി പരിഗണിക്കപ്പെടും. 1 വർഷത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും പുതുക്കാവുന്ന രീതിയിലാണ് തൊഴിലുകളിൽ നിയമിക്കപ്പെടുക. എന്നാൽ കരാർ അവസാനിക്കുന്നതോടെ എക്സിറ്റ് വിസ നൽകാൻ തൊഴിൽദാതാവിന് അധികാരമുണ്ടാകില്ല. തന്റെ വിസ കാലാവധി ഉള്ളിടത്തോളം ആശ്രിത വിസയിലുള്ളവർക്ക് രാജ്യത്ത് തങ്ങാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സ്ഥാപനങ്ങൾ പ്ലാറ്റിനം, പച്ച തുടങ്ങിയ നിതാഖത്ത് ഇനങ്ങളിലുള്ള ഉന്നത സ്ഥാപനങ്ങളിലായിരിക്കണമെന്ന വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തൊഴിലുകളിൽ നിയമിക്കപ്പെടുന്ന ആശ്രിത വിസക്കാർ 18 വയസ്സിന് മുകളിലുള്ളവരും നിയമപരമായ താമസരേഖയുള്ളവരുമായിരിക്കണം. അതോടൊപ്പം സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും തൊഴിൽ അനുമതി വാങ്ങിയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്പോൺസർഷിപ്പ് മാറാതെ തന്നെ ആശ്രിത വിസയിലുള്ളവർക്ക് സ്വകാര്യ അന്താരാഷ്ട്ര സ്കൂളുകളിൽ ജോലി ചെയ്യാമെന്ന നിയമം ഈ ആഴ്ചയോടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന ജീവനക്കാരുടെ ക്ഷാമത്തിന് ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനം. മീഡിയ 1 ജിദ്ദ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് മുഹമ്മദ് ഖമറുസമാന്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവച്ചു. 1971 ബംഗ്ലാദേശ് രൂപീകരണ കാലത്തെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് ശിക്ഷ. 1971 യുദ്ധക്കുറ്റങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ മെയ്യിൽ പ്രത്യേക ട്രൈബ്യൂണൽ ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിരുന്നു. ഈ ഉത്തരവാണിപ്പോൾ സുപ്രീം കോടതി ശരിവെച്ചത്. വംശഹത്യയും നിരായുധരായ ജനങ്ങളുടെ മേലുള്ള അതിക്രമവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുള്ളത്. 62 വയസ്സുള്ള ഖമാറുസമാൻ പാർട്ടിയുടെ ദേശീയ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. സുപ്രീം കോടതി വിധി ശരിവച്ചതോടെ 1 മാസത്തിനുള്ളിൽ ശിക്ഷ നടപ്പായേക്കും. പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ഖമാറുസമാന്റെ അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ അതുവഴി വധശിക്ഷ നീട്ടിവെക്കാൻ മാത്രമേ സാധിക്കൂ എന്നാണ് വിലയിരുത്തൽ. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായ മുദിയർ റഹ്മാൻ നിസാമിയെയും മിർ കാസിം അലിയെയും പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ട്രൈബ്യൂണലിന്റെ വിചാരണ പക്ഷപാതപരവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതല്ലെന്നും ആക്ഷേപമുണ്ട്. വധശിക്ഷ ശരിവെച്ചതിൽ പ്രതിഷേധിച്ച് ജമാഅത്തെ പാർട്ടി ബുധനാഴ്ച രാജ്യവ്യാപകമായി സമരം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തുർക്കിയിൽ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 24 മരണം. തലസ്ഥാനമായ ഇസ്തംബൂളിന് സമീപം ബോസ്ഫറസ് കടലിടുക്കിലാണ് ബോട്ട് മറിഞ്ഞത്. ബോട്ടിലുണ്ടായിരുന്ന 7 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. ആകെ 40ഓളം പേർ ബോട്ടിലുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. മധ്യേഷ്യയിൽ നിന്ന് റൊമാനിയയിലെ കോൺസ്റ്റന്റിലേക്ക് അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് മറിഞ്ഞത്. മദീന ഖുബ ഏരിയ KMCCയുടെ നേതൃത്വത്തിൽ ഏകദിന ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ത്വരീഖ് അയ്യൂണിലുള്ള ഷബാബ് ത്വയ്ബ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മദീനയിൽ നിന്നുള്ള 8 ടീമുകൾ പങ്കെടുക്കും. ഫോക്കസ് ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകമേളയും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. 100ഓളം ടൈറ്റിലുകളായി വിവിധ പ്രസിദ്ധീകരണശാലകളുടെ 1000ഓളം പുസ്തകങ്ങൾ ഒരുക്കിയ പുസ്തകമേള അബ്ദുൽ ജബ്ബാർ വട്ടപ്പയിലിനും ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് എഴുത്തുകാരൻ അബു ഇരിങ്ങാട്ടേരി ഉദ്ഘാടനം ചെയ്തു. മേളയോടനുബന്ധിച്ച് തിന്മകൾക്കെതിരെ യുവാക്കൾ മൗനം പാലിക്കരുത് എന്ന വിഷയത്തിൽ സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.